തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണ്. തമിഴ് വെട്രി കഴകത്തിൻ്റെ നേതാവായിട്ടുള്ള വിജയ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. മിസ്റ്റർ വിജയ് വളരെ സൂക്ഷിച്ച് പ്രസ്താവന നടത്തണം. കമലഹാസൻ പാർട്ടി ഉണ്ടാക്കി പൊളിഞ്ഞുപോയി, മറ്റൊരു വിജയ് പാർട്ടി ഉണ്ടാക്കി പൊളിഞ്ഞുപോയി, രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കാൻ നോക്കിയിട്ട് പൊളിഞ്ഞുപോയി. താങ്കൾ ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പറയുന്നത്. അതൊരു സൂയിസൈഡൽ പൊളിറ്റിക്കൽ സൂയിസൈഡാണ്. ഒരു കാരണവശാലും ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡാണ്. താങ്കൾക്ക് സ്റ്റാലിനെയും അതുപോലെ BJPയെയും ADMK ഒക്കെ മറിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് സിനിമയിൽ പറ്റുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വലിയ അത്ഭുതമാണ് താങ്കൾ അങ്ങനെയാണെങ്കിൽ കയറി വന്നാൽ ചെയ്യാൻ പോകുന്നത്. ഒരു കാരണവശാലും താങ്കൾ കയ്യടിയെ കിട്ടും. കൂടെ ഇരിക്കുന്നവർ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് പറയുമ്പോൾ തമിഴിലൊക്കെ പറയുമ്പോൾ ഭയങ്കര കയ്യടിയായിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. സിനിമാ ശൈലിയിൽ കുറേ കയ്യടിയെ കിട്ടും. ഒരു കാര്യമില്ല മിസ്റ്റർ വിജയ്, നിങ്ങൾ അവിടെ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കണം. നിങ്ങൾക്ക് BJPയോട് വലിയ ശത്രുതയുണ്ട്, മോഡിയൊക്കെ എതിർപ്പാണതുകൊണ്ട് അതിൽ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ DMK മുന്നണിയിലോ ADMK ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നില്ലെങ്കിൽ താങ്കൾക്ക് വലിയ പരാജയം വരും. കോടിക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണല്ലോ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും വിജയിയെ സംബന്ധിച്ചിടത്തോളം തമിഴ് വെട്രി കഴകത്തിന് ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ നിലയിൽ സ്വപ്നം കണ്ടാൽ പോലും മറിഞ്ഞു വീണു പോകും. അതുകൊണ്ട് തീർച്ചയായും വിജയ് ഈ ഇന്നത്തെ നിലപാട് ഇത് മാറ്റണം. ഇത് തമിഴ്നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ കൂടെ അയച്ചു കൊടുക്കാം. ഇത് മലയാളത്തിലാണെങ്കിലും വിജയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ തമിഴിൽ എത്തിക്കട്ടെ. പ്രിയപ്പെട്ട വിജയ്, നിങ്ങളോട് സ്നേഹമുണ്ട്. മലയാളികൾക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ സിനിമകളൊക്കെ ഞങ്ങൾ കാണുന്നവരാണ്. നിങ്ങൾ നിന്ന് കെട്ടിവെച്ച കാശ് കിട്ടാതെ തോറ്റു പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മിസ്റ്റർ വിജയ്, നിങ്ങൾ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോവുക. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പിന്നെ ആലോചിക്കാം, മുഖ്യമന്ത്രി കാൻഡിഡേറ്റൊക്കെ ആവുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ആദ്യം കുറേ MLA-മാരെയും മന്ത്രിമാരെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. എന്തായാലും തമിഴ് വെട്രി കഴകത്തിൻ്റെ നേതാവ് TVKയുടെ നേതാവ് വിജയിയുടെ തീരുമാനം അപക്വമാണ്. നിങ്ങൾ പക്വമായ തീരുമാനമെടുക്കണം. നിങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകളോട് കൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വളരെ പക്വമായ തീരുമാനമെടുക്കണം. ഒരു കൂട്ടമുന്നണി സംവിധാനത്തിലേക്ക് വേണം താങ്കൾ മത്സരിക്കാൻ. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നേടാനാവില്ല എന്ന ചെറിയ സത്യം വളരെ വലുതാണ്. അത് മിസ്റ്റർ വിജയ് അത് മനസ്സിലാക്കുമെന്ന് കരുതട്ടെ.